ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ വിഷ്ണു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിസ്റ്ററി ബോക്സ് അല്ല, അതിന് വിലപിടിപ്പുള്ള ഒരു ബോക്സ് ഓപ്പണിംഗ് ആണ്. ബോക്സ് അല്ലെങ്കിൽ സൂട്ട് കേസ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ആ പെട്ടി അല്ലെങ്കിൽ സൂട്ട് കേസ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരോ വീടുകളിലും ഷോ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങളില്ലാതും ഇങ്ങനൊരു പെട്ടിയിലാണ് സൂക്ഷിക്കാറ്. കാരണം അതിന് കൊടുക്കുന്ന വില അത്രയ്ക്കും വലിയ വിലയാണ്. കാരണം ഇപ്പോൾ തുറന്നപ്പോൾ നമുക്ക് 2 ഫയലുകളാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഒന്നാമത്തെ ഫയലിൽ നിന്ന് ആദ്യം കിട്ടിയത് ഞാനിവിടെ പണ്ടൊരു ജോബ് ഫെയറിന് പോയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ കൂടെ. കാരണം ആ ജോബ് ഫെയർ എങ്ങനെയാണ്, എന്തൊക്കെയാവും അതിൻ്റെ എക്സ്പീരിയൻസ്, ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പാലക്കാട് വെച്ചിട്ട് ഒരു ജോബ് ഫെയർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴുള്ള കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും പിന്നെ +2 മാർക്ക് ഷീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് കിട്ടിയത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കാർഡാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആ SSLC ബുക്ക് കൊണ്ടുപോയിട്ട് നേരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യായിരുന്നു. അപ്പോൾ അതെല്ലാവരും ചെയ്യണത്. അപ്പം ഞാനങ്ങനെ പോയി ചെയ്തു. പിന്നെ അതിനുശേഷം കിട്ടിയത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മണ്ണാർക്കാട് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലീനിങ്ങിന് കിട്ടിയൊരു സർട്ടിഫിക്കറ്റ് ആണ്, ജസ്റ്റ് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ്. പിന്നെ ഞാൻ ഒരു അവധിക്കാല കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു GTECൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റാണത്. പിന്നെ ഇനി ഇതിന് ശേഷം കാണിക്കാൻ പോണത് മുഴുവന് എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ അംഗീകാരങ്ങളാണ് ഗൈസ്. ചെറിയ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നാടൻപാട്ട്, മിമിക്രി ഇതൊക്കെ ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ്. ഈ സാധനങ്ങളെല്ലാതും എനിക്ക് ഓരോരോ കാര്യത്തിന് കിട്ടിയതാണ്. നാടൻപാട്ട്, മിമിക്രി 5ാം ക്ലാസ്സിൽ നിന്ന് മിമിക്രിക്ക് സമ്മാനം കിട്ടിയിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇൻട്രോയിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, എൻ്റെ ഒരു ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണ്. ആകെ റയറായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ ഇന്നത്തെ പോലെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് ഒരു കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. ആകെ ഈ ഒരു കോപ്പി മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് ഇനി കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റിച്ചതല്ല. കാരണം നമുക്ക് ചെറിയ സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് അത്രയും വിലപിടിപ്പുള്ളതായിട്ട് തോന്നാം. അങ്ങനെ ഒരു സാധനമാണ് ഈ ഒരു പെട്ടി. കാരണം ഇതിന് അത്രത്തോളം പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.